ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ജെയിംസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇതാണ് കറക്റ്റ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്ക ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ സിനിമയിലൂടെ ഇങ്ങനെ ഞെട്ടിച്ച് നിൽക്കുന്ന ഈ സമയത്ത് ഇത് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. 5 ദിവസം മുമ്പ് ബേക്കൻ റീൽസ് എന്ന് പറഞ്ഞ ആ ചാനലിൽ വന്നിട്ടുള്ള കലിയുഗ പിറവി എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ മനയിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞ മമ്മൂക്കനെ കുറിച്ച് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ ആലോചിക്കുന്നത് കുറെ മുമ്പ് പൃഥ്വിരാജ് സുകുമാരൻ ഇന്റർവ്യൂല് പറഞ്ഞുള്ള ഒരു കാര്യമാണ്. പുള്ളിക്കാരൻ അറിയാലോ, എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ അത് മുൻകൂട്ടി കണ്ട് പറയാന്നുള്ളൊരു അങ്ങനെ ഒരു പകുതി വരെങ്കിലും അത് വിശ്വസിക്കുന്നുണ്ട്. സോ പുള്ളിക്കാരൻ അന്ന് പറഞ്ഞതായിരുന്നു, മമ്മൂക്കയുടെ കാലം ഇനി വരുന്നേ ഉള്ളൂ, പുള്ളിക്കാരൻ അഴിഞ്ഞടങ്ങ് പോകുന്നേ ഉള്ളൂ എന്നാ പറഞ്ഞത്. അത് ശരി വെക്കുന്ന പോലെ തന്നെ പുഴു, റൊഷ, കാതൽ, ഇപ്പോഴത്തെ ബ്രഹ്മയുഗം, അങ്ങനെ ഒരു പിടി സിനിമകൾ എല്ലാം പരീക്ഷണ ചിത്രങ്ങൾ. മാത്രമല്ല അതൊക്കെ മലയാളിയുടെ നെഞ്ചിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെല്ലുന്നു എന്ന് മാത്രമല്ല, പരീക്ഷണ ചിത്രങ്ങളൊക്കെ ക്ലാസിക്കുകളായി മാറുന്നു എന്നുള്ളതാണ്. അത് ഈ പ്രായത്തിലും എങ്ങനെ ചെയ്യുന്നുള്ള ഒരു അത്ഭുതം നമുക്കുണ്ട്. എന്തായാലും നമുക്ക് ബേക്കൻ റീൽസിന്റെ ഈ കലിയുഗ പിറവി എന്ന് പറഞ്ഞ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഇത് കറക്റ്റ് ടൈമാണ്. കാരണം തമിഴന്മാർ മാത്രമല്ല, മറ്റ് ലാംഗ്വേജിൽ ഇറങ്ങിയവർ മുഴുവൻ അത്ഭുതത്തോടെ കാണുകയാണ് ബ്രഹ്മയുഗത്തിലെ ആ കുഞ്ചമൻ പോറ്റി മാറ്റിയല്ലേ, കൊടുമൻ പോറ്റിയുടെ ആ ഒരു അത്ഭുതത്തെ. റെഡി? BGM അടിപൊളി. അയാൾ ഒരു തുടക്കക്കാരനെ പോലെ പതറി വീഴുകയായിരുന്നു. 2010-കൾ അയാൾക്ക് അത്രത്തോളം കഷ്ടതകൾ നിറഞ്ഞതായിരുന്നു. വലിയ ഇതിഹാസങ്ങളെ സൃഷ്ടിച്ച അയാളുടെ കഴിവിൽ പോലും പലരും ചോദ്യങ്ങൾ ഉന്നയിച്ചു. പിന്നാലെ വന്ന സിനിമകൾ ഓരോന്നായി പൊട്ടിത്തുടങ്ങി. തന്റെ തോളോട് തോൾ നിൽക്കുന്ന ഇതിഹാസ തുല്യൻ അപ്പുറത്ത് ബോക്സ് ഓഫീസിലും ആർട്ട് വാല്യൂവിലും മുന്നോട്ട് കുതിക്കുമ്പോൾ അയാളുടെ ഓട്ടം പിന്നോട്ടായിരുന്നു. ക്രിഞ്ചായ ഒരു കൂട്ടം സിനിമകൾ അയാൾ ചെയ്തു. അയാളുടെ പടങ്ങൾക്ക് ആൾക്കാർ ടിക്കറ്റ് എടുക്കാൻ പോലും വിസമ്മതിച്ചു. ആ നടന്റെ കരിയർ അവസാനിക്കുകയാണെന്ന് ചിലർ വിധി എഴുതി. ദ ലെഗസി ഓഫ് ദ പാട്രിയാർക്കി ഈസ് എൻഡഡ്. പണ്ടത്തെ ലാലേട്ടന്റെ അവസ്ഥ, ഇപ്പത്തെ ലാലേട്ടന്റെ അവസ്ഥ. ലാലേട്ടൻ ആ ഒരു സാഹചര്യത്തിലാണ്. പക്ഷെ ആഴിയുടെ തീരങ്ങളിൽ പൂർണ്ണചന്ദ്രനെ കാണുന്നവർ അറിയുന്നില്ലല്ലോ, അപ്പുറത്ത് നിന്നും ഇനി ഉദിക്കാൻ പോകുന്നത് സകല ഊർജവും കൈയാളുന്ന സാക്ഷാൽ സൂര്യൻ തന്നെയാണെന്ന്. കണ്ണു ചിമ്മുന്ന താരകളെ നോക്കി പുച്ഛിച്ചു ചിരിക്കുന്നവരും അറിയുന്നില്ലല്ലോ, അവർ നിലനിൽക്കുന്ന യൂണിവേഴ്സിനെ പോലും വിഴുങ്ങിക്കളയാൻ അവ പര്യാപ്തമാണെന്ന്. അതെ, ശൈത്യകാലത്തെ തണുപ്പിന് ശേഷം ആ സൂര്യന്റെ ചൂട് എല്ലാവരും അറിഞ്ഞു. കളിയാക്കി ചിരിച്ചവരും വിധി എഴുതിയവരും കണ്ണു ചിമ്മാതെ നോക്കിക്കൊണ്ടിരുന്നു. അവിടെ ഇരുട്ടിനു മീതെ പടർന്ന വെളിച്ചം അവരോട് സംസാരിച്ചു. കഴിഞ്ഞെന്ന് കരുതപ്പെട്ട നിമിഷം അവസാനിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എന്റെ ഭ്രമയുഗം. കണ്ടല്ലോ, അതെ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവസാനിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞ അയാളുടെ കാലമാണ്. വ്യത്യസ്തതകളെ തേടി പിടിച്ചുകൊണ്ട് തന്റെ കഴിവുകളെ അയാൾ തേച്ചു മിനുക്കിക്കൊണ്ടിരിക്കുന്നു. യുവതലമുറ പോലും ചെയ്യാൻ മടിക്കുന്ന കഥാപാത്രങ്ങൾ സധൈര്യം എടുത്തുകൊണ്ട് അയാൾ വിസ്മയങ്ങൾ കാണിച്ചു തീർക്കുന്നു. വയസ്സ് 70 കടന്നിട്ടുണ്ട് അയാൾക്ക്. അനുഭവ സമ്പത്തിന് 50-നു മേലെയാണ് പ്രായം. പണ്ടത്തെ യാഥാസ്ഥിതിക ബോധം വെടിഞ്ഞുകൊണ്ടുള്ള അയാളുടെ സമകാലിക സിനിമയോടുള്ള അഭിനിവേശം ഇന്ന് അതിന്റെ പീക്കിൽ എത്തി നിൽക്കുന്നു. പ്രായമായി, അഭിനയിക്കാൻ വയ്യ, മികച്ച ക്യാരക്ടർ സെലക്ഷൻ ഇല്ല, വിമർശിച്ചവരൊക്കെ വായും പൊത്തിയിരുന്നു. അയാൾ കാണിക്കാൻ പോകുന്ന വിസ്മയങ്ങൾക്ക് നിങ്ങൾക്കും ഇനി സാക്ഷിയാകാം. അതെ, ആ അമാനുഷികൻ തന്നെ, പ്രായഭേദമന്യേ ഏവരുടെയും ഇഷ്ടനടനായി മാറിയവൻ. സ്ക്രിപ്റ്റിൽ എഴുതിയ ഏതൊരു കഥാപാത്രത്തെയും തന്നിലേക്ക് ആവാഹിക്കുന്ന ദ പ്രൊലിഫിക് മെത്തേഡ് ആക്ടർ. സമകാലിക മലയാള സിനിമയുടെ ഒരേ ഒരു കുലപതി. ഹീസ് എ സ്റ്റാർ, ഹീസ് എ റെവല്യൂഷൻ. ലോകത്തെ മുഴുവൻ ഭ്രമിപ്പിക്കാൻ പോകുന്ന ആ ബ്രഹ്മയുഗത്തിന്റെ വക്താവ്. ആൻഡ് വി കോൾ ഹിം അവർ പാട്രിയാർക്ക്, വൺ ആൻഡ് ഓൺലി പത്മശ്രീ മമ്മൂട്ടി. സുഖം. മമ്മൂട്ടി indomitable thespian. 2010-കളിൽ അയാളുടേത് ഒരു റോളർ കോസ്റ്റർ റൈഡ് തന്നെയായിരുന്നു. ഒരുപാട് സിനിമകൾ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു. അവയിൽ നിരൂപക പ്രാധാന്യം ലഭിച്ച സിനിമകൾ കുറവ് തന്നെയായിരുന്നു. തിയേറ്ററിൽ ആളെ കയറ്റാൻ അയാൾ പാടുപെട്ടു. ഒരു ക്രൗഡ് പുള്ളർ എന്ന ലേബൽ അയാൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അയാളുടെ ആക്ടിംഗ് മാനിഫെസ്റ്റോ എങ്ങോട്ടോ പോയി മറഞ്ഞുവെന്ന് പലരും പറഞ്ഞു. പക്ഷെ അവർക്ക് മുന്നിലേക്ക് തന്റെ യശസ് വീണ്ടെടുക്കാൻ അയാൾക്ക് ഒരുപാട് സമയമൊന്നും വേണ്ടി വന്നില്ല.
എണ്ണം പറഞ്ഞ കഥാപാത്രങ്ങൾ കൊണ്ടും ആശ്ചര്യപ്പിക്കുന്ന അഭിനയം കൊണ്ടും അയാൾ തന്നെ എന്തുകൊണ്ട് കുലപതി എന്ന് വിളിക്കുന്നുവെന്ന് തെളിയിച്ചു കൊടുത്തു. ഭീഷ്മപർവം എന്ന സിനിമയിൽ മാസും ആക്ഷനും കൊണ്ട് തന്നിലെ സ്റ്റാറിനെ അയാൾ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ പുഴു, റോഷാക്ക് തുടങ്ങിയ സിനിമകളിൽ അയാളുടെ അഭിനയ മികവും നാം കണ്ടു. പുഴുവിലെ ടോക്സിക് പാരന്റിംഗ് കാണിച്ച രംഗങ്ങൾ ഓരോന്നും നമ്മിലേക്ക് ഇറങ്ങിച്ചെന്നവയാണ്. അതുപോലെ ആർക്കും ദഹിക്കാൻ സാധ്യതയില്ലാത്ത, കളിയാക്കപ്പെടാൻ ഏറെ സാധ്യതയുള്ള ഒരു കോൺസെപ്റ്റ് സിനിമയാക്കിയപ്പോൾ മമ്മൂട്ടി എന്ന നടന്റെ കഴിവുകൊണ്ടുകൂടി അത് ജനങ്ങൾ സ്വീകരിക്കുകയായിരുന്നു. പിന്നീട് വന്ന LJPയുടെ നൻപകൽ നേരത്ത് മയക്കത്തിൽ കണ്ണാടിക്ക് മുന്നിലെ സെൽഫ് റിയലൈസേഷൻ സീനൊക്കെ അയാളുടെ അഭിനയത്തിന്റെ നേർ ആവിഷ്കാരമായിരുന്നു. തുടർന്ന് ജനത്തെ മുഴുവൻ തിയേറ്ററിലേക്ക് നിറച്ച കണ്ണൂർ സ്ക്വാഡും സ്വവർഗാനുരാഗത്തെ കാണിച്ച കാതൽ ദ കോറും അയാളുടെ പൂർണ്ണത കാണിച്ചു തന്നു. സീനിയർ ആക്ടേഴ്സ് പലരും എടുക്കാൻ മടിക്കുന്ന ഒരു റോൾ തന്നെയാണ് കാതലിലേത്. അവിടെ സമയത്തിനും കാലത്തിനും അനുസരിച്ച് സഞ്ചരിക്കുന്ന ഒരു കലാകാരൻ നോ പറയില്ല എന്ന വാക്യത്തിന് അടിവരയിടാൻ അയാളുടെ ആ ധൈര്യം തന്നെ മതിയാകും. അയാളുടെ ചാട്ടത്തെ പറ്റിയൊന്നും അയാൾ ചിന്തിച്ചില്ല. അയാൾ മനസ്സിലാക്കിയതും മനസ്സിൽ ഉറപ്പിക്കുന്നതും ഞാനൊരു അഭിനേതാവാണ് എന്നത് മാത്രമാണ്. അതെ, അയാൾ ഒരു നടനാണ്. തന്റെ പേരിനപ്പുറവും കഥാപാത്രത്തെ എലിവേറ്റ് ചെയ്യുന്ന കറകളഞ്ഞ നടൻ. അയാളുടെ കഴിവുകളെ കുറിച്ച് വലിയ മുഖവരെയോ നീണ്ട പ്രഭാഷണങ്ങളോ ഒരു മലയാളിക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. മലയാള സിനിമയുടെ മമ്മൂട്ടി എന്ന് കുഞ്ഞുങ്ങൾ പോലും വിളിക്കുമ്പോൾ നമുക്ക് ആ ഇമ്പാക്ട് ലെവൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പണ്ടത്തെ മമ്മൂട്ടിയെ കുറിച്ചെല്ലാം നമ്മൾ ഏറെ വട്ടം പറഞ്ഞതാണ്. ഡയലോഗ് ഡെലിവറിയിലും ചരിത്ര കഥാപാത്രങ്ങളിലും ഇമോഷണൽ രംഗങ്ങളിലും അസാമാന്യമായ പ്രതിഭ കാണിക്കുന്ന ഒരു അവതാരം. പണ്ടത്തെ എന്ന് എടുത്തു പറയുന്നത് ഇന്ന് അതെല്ലാം പോയതുകൊണ്ടല്ല, എല്ലാം അന്നത്തേതിനേക്കാൾ മികച്ചതായി ഇന്ന് ചെയ്യുന്നത് കൊണ്ടാണ്. തനിയാവർത്തനം എന്ന സിനിമയുടെ ക്ലൈമാക്സിൽ അമ്മയുടെ കയ്യിൽ നിന്ന് വിഷം കലർത്തിയ ചോറ് വാങ്ങുന്ന ബാലന്റെ കണ്ണീർ മലയാളികളുടെ ഹൃദയത്തിലേക്കാണ് വീണത്. സൂര്യമാനസത്തിലെ ഉറുമീസ് ഇന്നും മറ്റാർക്കും ആലോചിക്കാൻ പോലും കഴിയാത്ത കഥാപാത്ര ആവിഷ്കാരമാണ്. ഒപ്പം അമരത്തിലെ അച്ചൂട്ടിയും വിധേയനിലെ ഭാസ്കര പട്ടേലരും കാഴ്ചയിലെ മാധവനും അദ്ദേഹത്തിന്റെ അഭിനയ മികവ് വിളിച്ചോതുന്നവയാണ്. അതിനൊപ്പം തന്നെ നമുക്ക് ഇക്കാലത്തെ മാത്യു ദേവസിയെയും സുന്ദരത്തെയും ലൂക്ക് ആന്റണിയെയും ചേർത്ത് വെക്കാം. ഇനി ചേർത്ത് വെക്കപ്പെടാൻ ഒരുപാട് പേരുകൾ കാത്തിരിക്കുന്നുമുണ്ട്. അതെ, അയാളുടെ നടനെ ഇന്നത്തെ തലമുറയും കണ്ണുനട്ട് നോക്കിയിരിക്കുന്നുണ്ട്. മലയാള സിനിമയുടെ ഭാവി കാലങ്ങൾ അയാളിൽ നിക്ഷിപ്തമായിരിക്കുന്നു. ഇനിയും അത് തുടരും. മമ്മൂക്ക, ഞങ്ങൾ നിങ്ങളുടെയെല്ലാം കണ്ടു കഴിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിച്ചിരിക്കുകയാണ്. പക്ഷെ അത് തെറ്റാണെന്ന് നിങ്ങൾ ഓരോ പ്രാവശ്യവും തെളിയിക്കുന്നു. നിങ്ങളുടെ മാക്സിമം എന്ന് വിളിക്കപ്പെടുന്ന ലെവലുകൾ പോലും നിങ്ങൾ പൊട്ടിച്ചെറിയുന്നു. ഇനി ഞങ്ങൾ കാത്തിരിക്കുന്നേയുള്ളൂ ഞങ്ങളുടെ മുൻവിധികളെ തച്ചുടയ്ക്കാൻ പോകുന്ന നിങ്ങളുടെ ഗംഭീര ആട്ടങ്ങൾക്കായി, മലയാള സിനിമയുടെ തലവര മാറ്റാൻ പോകുന്ന മഹാസംഭവങ്ങൾക്കായി. വി ആർ വെയിറ്റിംഗ് ഫോർ യുവർ അൺകോംപ്രമൈസിംഗ് ഫ്യൂച്ചർ. തീർന്നോ? വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം. എന്റെ മനക്കിലേക്ക് സ്വാഗതം. ശരി ഉണ്ടാവുമല്ലോ. സൗണ്ട് ഇല്ലാണ്ട് ചില സാധനങ്ങൾ കിടക്കണ്ടേ. ഇവനും കോപ്പറേറ്റ് വന്നു എന്നൊരു ഡൗട്ട് ഉണ്ടേ. ഇത് ട്രെയിലർ മുഴുവൻ കാണിച്ച് കൊടുത്തേക്കാണ് തോന്നുന്നു. ഓ മമ്മൂക്ക അതിന്റെ ലാസ്റ്റിലെ ചിരി, അതൊന്ന് ഇപ്പൊ പൂർത്തിയായി. കേട്ടില്ല കേട്ടോ. ഇതിൽ പറഞ്ഞ എല്ലാ കാര്യവും അടിപൊളിയാണ്. പക്ഷെ ആദ്യമേ ഞാൻ അത് ലാസ്റ്റ് പറയല്ലെങ്കിൽ ഓക്കെ. അപ്പോ ഇതിൽ പറഞ്ഞ ചില കാര്യങ്ങളെ ഞാൻ ആലോചിക്കുന്നത് എനിക്ക് കറക്റ്റ് എല്ലാം മനസ്സിൽ നിൽക്കുന്നുണ്ട്. അതായത് ഒന്ന്, നിങ്ങളിലെ അഭിനേതാവിന്റെ അഭിനയ മികവിനെ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പോലും കാത്തിരിക്കുന്നു പറഞ്ഞത് ഞാൻ ആലോചിച്ചത്. ഇത്രയും ഏജായി, 72-73 വയസ്സോളായി. 72 വയസ്സ് അല്ലേ? ഇനിയും സത്യമാണ് ഭയങ്കര ട്രൂ ആണ്. കാരണം ഞാനടക്കമുള്ള അല്ലെങ്കിൽ എന്നെക്കാളും ചെറുപ്പമുള്ള ആളുകൾ പോലും മമ്മൂക്കന്റെ അഭിനയം കാത്തിരിക്കുക. എത്ര യുവാക്കൾ ഇല്ലാഞ്ഞിട്ടല്ല. സോ അത്രയും ഏജിലുള്ള ആ പുള്ളിക്കാരൻ ഞെട്ടിക്കുകയാണ്. യുവാക്കൾ പോലും നോക്കുന്നത് മമ്മൂട്ടിനെ പോലെ എന്നാണ് പറയുന്നത്. അതൊക്കെ ഭയങ്കര സംഭവമാണ്. പിന്നെ അതുപോലെ ഇതിൽ പറഞ്ഞിട്ടുള്ള എന്താ പറയാ, അൺകോംപ്രമൈസിങ് ഫ്യൂച്ചർ, അത് ശരിയാണ്. അത് കറക്റ്റാണ്. അതുപോലെ പറഞ്ഞിട്ടുള്ള മറ്റ് സിനിമകൾ എല്ലാം ട്രൂ ആണ്. എനിക്ക് ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്തു. പിന്നെ ഞാൻ ലാസ്റ്റ് പറയാന്ന് പറഞ്ഞ കാര്യം വേറൊന്നുമല്ല, ഈ മമ്മൂക്കേന്റെ 2010 അവസ്ഥ പറഞ്ഞല്ലോ. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ ലാലേട്ടന്റെ അവസ്ഥ അതാണ്.
അത് ഞാൻ പറയുന്നത് വേറൊന്നുമല്ല, മമ്മൂക്കയും ലാലേട്ടനും അത് നമുക്ക് ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ്, ബിഗ് ഗൺസ് ഓഫ് മോളിവുഡ്. സോ അതുകൊണ്ട് മാത്രം പറയുന്നതാണ്, അല്ലാതെ ഇപ്പൊ മമ്മൂക്കിനെ കുറിച്ചുള്ള ലാലേട്ടനെയും കൊണ്ടൊന്നും ആരും വിചാരിക്കരുത്. വേറെ ഒന്നുകൊണ്ടല്ല, അദ്ദേഹം തിരിച്ചു വരും, അത് തന്നെയാണ് എന്റെയും വിശ്വാസം. കാരണം ഇതുപോലെ ഞെട്ടിച്ചിട്ടുള്ള ഒരു നടൻ തന്നെയാണ്. അപ്പൊ ഒരുപാട് ആളുകൾ ചവിട്ടി അരക്കാൻ ശ്രമിക്കുന്നതായിട്ട് തോന്നി. അതുകൊണ്ട് പറയാണ്, മമ്മൂക്കയും ഇതേ ഒരു അവസ്ഥയിൽ ഉണ്ടായിരുന്നു. അത് ഈ ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. 2010 ക്രൗഡ് പുള്ളർ എന്നുള്ള ഒരു സംഭവം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയും തിയേറ്ററിലേക്ക് ആളെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുകയും ചെയ്ത ഒരു സമയം, റോളർ കോസ്റ്റർ പോലെ ഓരോ ഫ്ലോപ്പുകൾ വന്നുകൊണ്ടിരുന്ന ഒരു സമയമുണ്ട്. ഈ നിരൂപക പ്രശംസ പോലും കിട്ടാത്ത സിനിമകളുണ്ട്. ഭയങ്കര അങ്ങനത്തെ ഒരു അവസരം നമുക്ക് തിരിച്ചു വന്ന്. സോ ലാലേട്ടനും അത് ചെയ്യും തന്നെ ഒരു സിനിമാ പ്രേമി എന്ന രീതിയിൽ ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് പറയണം തോന്നി. മമ്മൂട്ടിലേക്ക് വരുമ്പോൾ പറഞ്ഞില്ലേ, അത്ഭുതമാണ് കാണിക്കുന്നത്. ഈ ഏജിലും പുള്ളിക്കാരൻ കാണിക്കുന്നത് മഹാത്ഭുതമാണ്. ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ സിനിമ ഞെട്ടിച്ച് കളഞ്ഞില്ലേ, എന്താണ് പുള്ളിക്കാരൻ ചെയ്തേക്കണത്. സോ ഈ കലിയുഗ പിറവി എന്ന് പറഞ്ഞ ഈ ഒരു വീഡിയോ എനിക്ക് തോന്നുന്നു ബേക്കറിയിൽ ചെയ്ത വീഡിയോസിൽ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന. കാരണം എനിക്ക് തുടക്കം മുതൽ അവസാനം വരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെന്ന് തോന്നി, എല്ലാം ട്രൂ ആണ്, അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു. സോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. പിന്നെ വീഡിയോയിൽ പറഞ്ഞ പോലെ പുള്ളിക്കാരന്റെ അൺകോംപ്രമൈസിങ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഫ്യൂച്ചർ, അടുത്ത പടങ്ങൾക്ക് വേണ്ടി ഞാനും അക്ഷമനായി കാത്തിരിക്കുന്നു. ടർബോ, ബസൂക്ക വരാൻ ഒരു പിടി സിനിമകളാണ്, വരട്ടെ. നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കാണാം, കാണുന്നവരെ.